വ്യാപാര രംഗത്ത് നമ്മൾ എങ്ങനെ വളർന്നു, നമ്മുടെ ബിസിനസ് രംഗത്ത്, വാണിജ്യ രംഗത്ത് നമ്മൾ എന്തുമാത്രം വളർന്നു, ഈ നമ്മുടെ ആഗോള സാമ്പത്തിക രംഗത്ത് നമ്മുടെ പുരോഗതി, നമ്മുടെ GDP-യിലുണ്ടായ വളർച്ച എത്രയാണ്, ഇങ്ങനെയുള്ള നമ്മുടെ ബജറ്റ് അലോക്കേഷൻ എത്രയാണ്, ഏതൊക്കെ സെക്ടറിലേക്കാണ് നമ്മുടെ പണം നമ്മൾ കൂടുതൽ ചിലവഴിക്കുന്നത്, ഏതൊക്കെ മേഖലയിലാണ് ഊന്നുന്നത്, ഇതൊക്കെയാണ് നമ്മുടെ പുരോഗതി. അങ്ങനെ വരുമ്പോൾ നരേന്ദ്രമോദി ഭരിക്കുന്ന കാലത്ത് ഇന്ത്യയുടെ വളർച്ചയുടെ കണക്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഇൻഡെക്സ് വളരെ വലുതാണ്, നമ്മൾ വളരെ വിശാലമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാറുള്ളതുമാണ്. പക്ഷേ സാധാരണഗതിയിൽ ചർച്ച ചെയ്യാറില്ലാത്ത ഒന്നാണ് ജനങ്ങളുടെ മനോവ്യാപാരങ്ങൾ എന്തുമാത്രം വളർന്നിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. എനിക്ക് തോന്നുന്നു സാധാരണ നമ്മൾ രാജ്യത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് പറയുന്നതിനേക്കാളും പ്രാധാന്യമുള്ള വിഷയമാണ് കലാരംഗത്തുണ്ടായ പുരോഗതി. അതിനെക്കുറിച്ച് ഒരു കണക്കെടുപ്പ് വന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ആർട്സി എന്ന് പറഞ്ഞൊരു മൂവ്മെൻ്റ് ഉണ്ട്. ആർട്സി എന്ന് പറയുന്നത് കല പ്രത്യേകിച്ച് ചിത്രങ്ങൾ. ഇത് എനിക്ക് തോന്നുന്നു ചിത്രകലയിൽ ഊന്നിയിട്ടുള്ളൊരു പഠനമാണ്. ഇതിന് സമാനമായ പഠനങ്ങൾ സിനിമയിൽ നടക്കേണ്ടതുണ്ട്. ഇന്ത്യൻ സിനിമയിലുണ്ടായ മാറ്റം, ഇന്ത്യൻ മ്യൂസിക്കിൽ വന്ന മാറ്റം, ഇന്ത്യൻ തിയേറ്ററിൽ വന്ന മാറ്റം, ഇന്ത്യയിലെ സാഹിത്യത്തിൽ ലിറ്ററേച്ചറിലുണ്ടായ മാറ്റം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കർണാടകയിലെ വെറൊരു വീട്ടമ്മയായി കല്യാണം കഴിച്ചു വന്ന ഒരു മുസ്ലിം സ്ത്രീ പതുക്കെ അവർ സ്വയം പഠിച്ചിട്ട് വക്കീലായി. ഇപ്പോൾ അവർക്കാണ് ബുക്കർ പ്രൈസ് കിട്ടിയത്. എന്താ പറയുക, ഹാർട്ട് ലാമ്പ് എന്ന് പറയുന്ന പുസ്തകത്തിന്. ഞാനിപ്പോൾ വായിച്ചോളൂ. ഞാൻ പറഞ്ഞത് ഇങ്ങനെ എല്ലാ മേഖലയിലുണ്ട് ഈ വളർച്ച.